Ladies and gentlemen, this is Adarsh and welcome to my Konayadi. ദൃഢം ഷെയ്ൻ നിഗത്തിന്റെ ഒരു ത്രില്ലർ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. സോ എത്ര പേർക്ക് അറിയില്ല സിനിമയുടെ പേര് ദൃഢം. ഈ സിനിമ ഞാൻ കാണാൻ രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, പ്രസന്റഡ് ബൈ ജീതു ജോസഫ്. സോ ഒരു ത്രില്ലർ പടത്തില് ഇങ്ങേരുടെ പേര് ഏതെങ്കിലും ഒരു സൈഡിൽ എഴുതി കാണിച്ചാൽ കൂടി കാണാനുള്ള ത്വര കൂടും. അത് 100% ഉറപ്പാണ്. രണ്ട്, ഷെയ്ൻ നിഗം ആസ് എ പോലീസ് ഓഫീസർ. അങ്ങേര് പോലീസ് ഓഫീസർ ആയിക്കഴിഞ്ഞാൽ പടം വേറെ ലീഗ. കോപ്രായത്തരം ഉണ്ടാവില്ല, കോമാളിത്തരം ഉണ്ടാവില്ല, പ്യുവർ ക്യാരക്ടർ ആയിരിക്കും. സോ എല്ലാവരും പെർഫോമൻസിനെയും പറ്റി പറയാം. ആദ്യം സിനിമയുടെ കാര്യം പറയാം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഐ വാസ് ലൈക്ക്, ഇത് ഭയങ്കര ക്ഷമ പരീക്ഷിക്കുന്ന ഒരു പടം. ക്ഷമട്ട നെല്ലിപ്പടി കാണിച്ചിരും. 2 മണിക്കൂർ പടത്തില് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര വലിപ്പിക്കലായി തോന്നും. സ്ലോ ബേൺ പരിപാടിയാണ്. ആൻഡ് ഇതിന്റെ ഇന്റർവൽ പോർഷനിൽ മാത്രമേ എനിക്കൊരു ഹൈ കിട്ടിയിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫിൽ അതേ പാറ്റേണാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിന് ജീതു ജോസഫ് ഇത് പ്രസന്റ് ചെയ്യണം? എന്തിന് ഇത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണം? ഇത് OTT വാച്ചിൽ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ക്ലൈമാക്സ് പോർഷനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് മോനെ. അത്രയും നേരം ആവറേജ് ബിലോ ആവറേജ് നിന്ന പടം ഒരു കയറ്റം അങ്ങോട്ട് കയറും. തരിച്ചു ശരിക്കും. അൺപ്രഡിക്റ്റബിൾ സാധനം. സീൻ ബൈ സീൻ അവർ കണക്ട് ചെയ്തിട്ടുണ്ട് ടുവേർഡ്സ് എൻഡ്. പെട്ട സാധനം. സോ എനിക്ക് അറിയില്ല, പലർക്കും പല പെർസ്പെക്ടീവ്സ് ആൻഡ് ഒപ്പീനിയൻ ആയിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഇത് കണ്ടിട്ട് ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്, ഹെവിലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിത് കിടു പടമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തിന് ജീതു ജോസഫ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്തിന് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു. ആ ഒരു പോർഷൻ തന്നൊരു ഫീല് വേറെ ലെവൽ തന്നെ ആയിരുന്നു. ഫോളോഡ് ബൈ ഒരു കിടു ഫൈറ്റ് സീൻ ആയിരുന്നു. അല്ലാതെ യൂഷ്വലായി കാണുന്ന ഒരു ഗിമ്മിക്സും ഇല്ലാത്ത പടമാണ്. 2 മണിക്കൂർ പടം പറയേണ്ട കാര്യം പറഞ്ഞു, തരേണ്ട ഹൈ മൊമെന്റ്സ് അവർ അവസാനം തന്നു, പടം നിർത്തിയിട്ട് പോയി. ടെയിലെൻഡ്, കോമാളിത്തരം, കോപ്രായത്തരം ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഈ ട്വിസ്റ്റ് പറയുന്ന സാധനം വേറെ പടത്തിൽ വന്നിട്ടുണ്ടോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് പടം വരെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമുക്ക് തോന്നാത്ത രീതിയിൽ, നമ്മൾ ആലോചിക്കാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യണം. അവട്ടെയാണ് കാര്യം. ഇതിന്റെ ഡയറക്ടർക്ക് പണിയറിയാം. സോ ആള് ജീതു ജോസഫിന്റെ ഒരു AD ആയിട്ടാണ് സിനിമയിൽ തുടങ്ങിയത്. ആളുടെ ഡെബ്യൂ പടമാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിയലി നോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. പെർഫോമൻസ് വൈസ് എടുത്ത് പറയാം, ഷെയ്ൻ നിഗം. സോ ഷെയ്ൻ നിഗം ഒരു പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസർ പറഞ്ഞാൽ പ്യുവർ സോൾ, ഇന്നസെന്റ് സോള്. ഇന്ന് ജനിച്ച കുട്ടിയില്ല, അങ്ങനത്തെ ക്യാരക്ടർ. വായയിൽ വിരലിട്ടാൽ പോലും അണ്ണം കടിക്കില്ല. ലോകത്തുള്ള സകലമായ ആൾക്കാരെ നല്ലവരാണ്, അവര് നല്ലതേ ചെയ്യുള്ളൂ കണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ. ഇടുക്കിയിൽ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് ചാർജ് എടുക്കുകയാണ്. അണ്ണം വരണ വരെ അവിടെ ഒരു കൊലപാതകവും ഇല്ല, മറ്റേ മോശനവും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എന്നാൽ അണ്ണൻ ചാർജ് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് കില്ലിങ്സ്, ബാങ്ക് റോബറി, അതേപോലെ തന്നെ ബ്ലാക്ക് മെയിലിങ്, ഒരു ലോഡ് കേസ്. ഇങ്ങേരാണ് വെച്ച് പാവം പിടിച്ചൊരു മനുഷ്യന്. ഇത് ഇങ്ങനെ സോൾവ് ചെയ്യോ ഇല്ല, ഇതാണ് പറഞ്ഞു പോണത്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതില് മെയിൻ സ്റ്റാർ കാസ്റ്റ് പറയാൻ ഒന്ന് ഷെയ്ൻ നിഗം, പിന്നെ മറ്റേ ശോഭി തിലകൻ ഉണ്ട്, രഞ്ജി പണിക്കരുടെ ഒരു വോയിസ് ഉണ്ട്. ഒരു ത്രില്ലർ പടത്തില് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കില്ല വില്ലനായിട്ട് വരുമ്പോ ഒരു മെയിൻ കാസ്റ്റിലുള്ള ഒരാൾ, അതായത് ഒരു മെയിൻ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാല് ഒരു കിക്ക് ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതിൽ അങ്ങനത്തെ ഒരാളില്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഇതിന്റെ ഡയറക്ടർ വൃത്തിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ പെർഫോം ചെയ്ത ഈച്ച് ആൻഡ് എവരി വൺ. ആദ്യം എടുത്ത് പറയേണ്ട ഷെയ്ൻ നിഗത്തിന്റെ കാര്യമാണ്. അങ്ങനെ ഇന്നസെന്റ് സോൾ ആയിട്ട് ജീവിക്കുകയായിരുന്നു, അഭിനയിക്കല്ല, ജീവിക്കുകയായിരുന്നു. ഞാൻ പറയാം, ഷെയ്ൻ നിഗം പോലീസ് ഓഫീസർ ആയോ പടം വേറെ ലീഗായിരിക്കും. ഈ ഇടയ്ക്ക് ആളുടെ ഹാലൊക്കെ കണ്ടിട്ട് എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല ആ സിനിമയ്ക്ക്. എനിക്ക് കോപ്രായത്തരം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ഈസ് പ്യുവർ ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കോപ്രായത്തരം കാണിക്കുമ്പോഴും ഹീസ് എ പ്യുവർ ആക്ടർ. അത് നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കിട്ടുമായിട്ട് പെർഫോം ചെയ്യും. എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ അണ്ണം കാണിച്ചു വെച്ചിരിക്കുകയാണ്. പെട്ടായിരുന്നു. ആ ഫൈറ്റ് സീനൊക്കെ തന്നൊരു ഹൈ ഉണ്ട്, വേറെ ലെവൽ. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫില് എനിക്ക് ഒരു ഇന്റർവൽ സീനിൽ മാത്രം ഹൈ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഇവരിങ്ങനെ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഫീൽ ഗുഡ് പരിപാടി പോയി. അതായത് ഷെയ്ൻ നിഗം വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് അവിടെ അവരായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അവരായിട്ട് വർത്താനം പറയുന്നു, കഥ പറയുന്നു. അങ്ങനത്തെ ആദ്യത്തെ അരമണിക്കൂർ പോയി.
ഒരു 10 മിനിറ്റ് ഒക്കെയാണ് വെച്ചാൽ ദാറ്റ് വാസ് ഓക്കെ. അരമണിക്കൂർ ആയപ്പോഴേക്കും എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. സോ പിന്നീടാണ് ഈ കേസ് വരുന്നത്. അപ്പൊ പടം ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയി. പക്ഷെ ഈ കില്ലിങ്സ് നടക്കുന്നതിന്റെ ഇടയിൽ അനാവശ്യമായിട്ട് ബ്ലാക്ക് മെയിലിംഗ് കേസ്, ഈ ഫൈനാൻസ് റോബറി എന്നൊക്കെ വരുമ്പോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസിന്റെ ഇടയിൽ എന്തിനിടെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതില് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തോന്നും. നല്ലൊരു ഹൈ മൊമെന്റ് ഇന്റർവെൽ എൻഡ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ പോയ സമയത്തും ഈ സ്ലോ ബേൺ പരിപാടി എന്നെ പിടിച്ചു വരികയാണ്. ഒരു മൊമെന്റിൽ എത്തിയപ്പോൾ നമുക്ക് തോന്നും ഇന്ന ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്, ഇന്ന കാര്യത്തിനാ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്തിന് തിയേറ്റർ റിലീസ് ചെയ്യണം? OTTക്ക് പോലും വേണ്ട. അപ്പൊ പണി പ്യുവർ പണ്ണൽ. ഇതില് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന് 4 അടി കിട്ടുന്ന സമയത്ത് ഒരു തരിപ്പുണ്ട് മോനെ. പീക്ക് സാധനമായിരുന്നു. ശോഭി തിലകന്റെ ഒക്കെ റിയൽ ഫേസ് എന്താന്ന് ടുവേർഡ്സ് എൻഡ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും. അയ്യോ അതൊരു സാധനമുണ്ട്. ഞാൻ പറയുന്നില്ല, ട്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പടം കാണുക വേണ്ട. സോ ഞാൻ യൂഷ്വലി എല്ലാവരുടെ പടത്തിനെയും കുറ്റം പറയാതിരിക്കുന്നതാണ്. ആൻഡ് ഇത് മ്യൂസിക് വർക്ക് ദാറ്റ് വാസ് ആവറേജ് മ്യൂസിക് വർക്ക് ടുവേർഡ്സ് എൻഡ് നൈസ് ആയിരുന്നു. ഞാൻ ഒരു സിനിമയ്ക്ക് നല്ലത് പറയണം വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ജസ്റ്റ് പ്യുവർ ലോജിക്. ഞാൻ ഈ കുറ്റം കണ്ടുപിടിക്കാൻ ബെസ്റ്റ് ആണ്. എനിക്കൊരു സിനിമ നന്നായി തോന്നിയെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ സിനിമ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കാണേണ്ട പടം. അൻവി ഷിപ്പിംഗ് കണ്ടെത്തും പറഞ്ഞിട്ട് ടൊവിനോന്റെ ഒരു പടം ഉണ്ടായിരുന്നു. ക്വാളിറ്റി സ്റ്റഫ് ആയിരുന്നു. പക്ഷെ തിയേറ്ററിൽ വലിയ ബോക്സ് ഓഫീസ് നമ്പർ നേടാൻ പറ്റിയില്ല. ആ ഗതി ഈ സിനിമയ്ക്ക് വരാതിരിക്കട്ടെ. സോ ദൃഢം ഈസ് ഇൻ തിയേറ്റേഴ്സ് നിയർ യു.